ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മീൻ ബിരിയാണിയാണ്. ഞാൻ എടുത്തേക്കുന്നത് ടൂണ ഫിഷാണ്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ അതൊന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീരും ഉപയോഗിക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. അധികം നേരം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. മീനൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ഇത് അവിടെ മാറ്റി വയ്ക്കും. നമുക്ക് ചൂടായ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ മീനിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. എല്ലാ മീനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വന്നാൽ നമുക്കതിലേക്ക് പച്ചമുളക് ചതച്ചതും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അധികം ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉള്ളത്. അധികം മുളക് പൊടി നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള എരുള്ള പച്ചമുളക് എടുക്കുക. ഞാനൊരു നല്ല എരുള്ള പച്ചമുളകാണ് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ എരിവ് മാത്രമാണുള്ളത്. പിന്നെ മീനിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. നന്നായിട്ടിത് വഴറ്റിയെടുക്കുക. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ആ പച്ചമണം പോണത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആ പച്ചമണം പോണ വരെ നന്നായി വഴറ്റിയെടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തക്കാളി നല്ലോണം ഒന്ന് വെന്ത് ഉടയണത് വരെ നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം. നമുക്കതിൽ കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. കുറച്ച് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം മല്ലിയില. കുറച്ച് തൈര് ഞാൻ ഒഴിക്കണുള്ളൂ കേട്ടോ. തൈര് അധികം ഒഴിക്കണില്ല. നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീര്, ഒരു അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ പാകം നോക്കുക ഈ മസാലയിലത്തെ. പിന്നെ നമ്മൾ മീൻ ഉപ്പിട്ട് വറുത്തെടുത്തതാണ്. ഈ മീൻ ബിരിയാണിയിൽ ഇങ്ങനെ ഈ കുറച്ച് തക്കാളിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഒരു ടേസ്റ്റാണ്. നല്ലോണം വെന്ത് ഇങ്ങനെ ഒട്ടഞ്ഞ് പേസ്റ്റാക്കൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു പാകത്തിൽ എടുക്കാം. ഇനി ഈ പാകത്തിൽ നമ്മൾ മീനിൻ്റെ കഷ്ണം ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. വറുത്തെടുത്ത മീനില്ലേ, അതൊന്നിങ്ങനെ പൊടിച്ചെടുക്കുക. കുറച്ച് നല്ലോണം ഇങ്ങനെ പൊടിച്ചെടുക്കാം. കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് കുറച്ച് കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം.
ആ മസാലയ്ക്ക് മീനിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിം ആക്കിയാൽ മതി. ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ മസാലയ്ക്ക് ആ മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഉപ്പൊക്കെ നോക്കുക, പാകത്തിന് ഉപ്പിടുക. ഉപ്പില്ലേച്ചെങ്കിൽ പുളിയും ഒക്കെ പാകാക്കി എടുക്കാം. ഇനി അതിലേക്ക് വറുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും, മീനാവുമ്പോൾ കറിവേപ്പില നല്ല ടേസ്റ്റാണ്. എന്നിട്ടത് പതുക്കെ, കഷ്ണം മീനാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വറക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ പൊടിഞ്ഞു പോകും. ആ പൊടിയാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ നല്ലത്. ഇനി നമ്മളതിലേക്ക് കുറച്ചും കൂടിയും മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഒന്ന് മൂടി വെച്ച് ഒരൊറ്റ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ദം ചെയ്തെടുക്കണം. അപ്പോൾ ആ മസാലയുടെ മേലെ ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ച ചോറ്, അതായത് നമ്മൾ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയെടുത്ത ബിരിയാണിക്ക് ഉണ്ടാക്കണ പോലെ ആ വെള്ളത്തിൽ നമ്മൾ ഹോൾ മസാലകൾ, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും പാകത്തിന് ഉപ്പും ചേർത്ത് നെയ്യും ഓയിലൊക്കെ ഒഴിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചോറാണ്. അത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാ ചോറും നമ്മൾ മീതെ വെച്ച് കൊടുക്കാം. ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് നമ്മൾ വറുത്തെടുത്തതാണ്, അത് വെച്ച് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓരോ കഷ്ണം മീനുകൾ നമ്മൾ വെച്ച് കൊടുക്കും. അതിൻ്റെ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. മൂടി വെച്ച് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ എടുക്കാം. നമ്മൾ ഇതൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. മസാലകളൊക്കെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് മെല്ലെ നീക്കിയിട്ട് മീനൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ കഷ്ണം മീനാണ്, അപ്പോൾ കഷ്ണം മീനാകുമ്പോൾ പിന്നെയും പൊടിയും. ഇപ്പോൾ വലിയ കഷ്ണം മീനാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്തായാലും മീനുകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ മീനൊക്കെ നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മീനിൻ്റെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുക. നമ്മളല്ലെച്ചെങ്കിൽ വെറുതെ മീൻ വറുത്ത് മസാല ഉണ്ടാക്കിയ മീൻ അതിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ മസാലയ്ക്ക് മാത്രമല്ലേ മീനിൻ്റെ ചോറിന് കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ചോറിനും കൂടി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കിട്ടും.
അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അധികം നമ്മൾ മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല, വെറും പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.